സിനിമയിൽ വരുന്നതിന് മുമ്പേ ഐ നോ ദാറ്റ് യു ഹാവ് വേരിയസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഒരുപാട് വർഷത്തെ അല്ലേ എക്സ്പെർട്ടീസ് ആൻഡ് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാം ഡാൻസിനെ പറ്റിയിട്ട്. സോ ടെൽ മീ അബൌട്ട് യുവർ ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് ഡാൻസ്, യുവർ ഇൻട്രസ്റ്റ് ആൻഡ് വൈ ആർ യു നോട്ട് പെർസ്യൂയിങ് ഇറ്റ് നൗ? രണ്ടാമത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം പറയാം. സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നാണ് എൻ്റെ ഒരു ഇഷ്ടമുള്ള കാര്യം. പാട്ടും ഡാൻസും ഒക്കെ നന്നായിരിക്കുമ്പോൾ തന്നെ നിർത്തുക, അതുകൊണ്ടാണ് നിർത്തിയത്. എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഭയങ്കര പ്രായമായ സ്ത്രീകൾ, തടി കൂടിയവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ടി വിയിലൊക്കെ കാണും, ഓ വീട്ടിൽ പോയി ഇരുന്നൂടെ, എന്തിനാണെന്തോ ഈ തടി വെച്ച് കളിക്കണത് എന്നൊക്കെ പറയാറില്ലേ. വയ്യാണ്ട കണ്ടില്ലേ, വലിഞ്ഞു വരുന്നു, കളിക്കാൻ പറ്റണില്ല എന്നൊക്കെ പലരെക്കുറിച്ചും നമ്മൾ കമൻസ് പറയാറുണ്ട് വീട്ടിൽ ടി വി ഓൺ ചെയ്യുമ്പോൾ. അത് എന്നെക്കുറിച്ച് പറയണത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നുകിൽ ഞാൻ തടി കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കണം, ശോഭനെ പോലെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ, എന്നാൽ കൊള്ളാം. അങ്ങനെയുള്ളവർ ഡാൻസ് ചെയ്യുന്ന കാണാൻ നല്ല രസമാണ്. തടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് നിർത്തിയത്. എനിക്ക് ആ ഒരു എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. അതൊക്കെ മാറും, വേറെ പലരും പെർസ്പെക്റ്റീവ് ആണോ ഉദ്ദേശിച്ചത്? വേറെ പലരെയും അങ്ങനെ തടി കൂടി കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പം ഞാൻ സ്വയം നിർത്തണം തോന്നി. ഞാൻ ഡാൻസ് പഠിപ്പിച്ചിരുന്നു 10 വർഷം. മുദ്ര എന്ന പേരിൽ തൃശ്ശൂർ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് 100 കുട്ടികളോളം അവിടെ പഠിച്ചിരുന്നു. അതിലെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ്, ആദ്യത്തെ ഫസ്റ്റ് എൻ്റെ ശിഷ്യ ആയിരുന്നു ധന്യാമേനോണ്. കുട്ടി ഈ അടുത്ത് മരിച്ചുപോയി, സങ്കടമായി എനിക്ക്. എൻ്റെ ആദ്യത്തെ ശിഷ്യയായിരുന്നു ആ കുട്ടി. പിന്നെ പല കുട്ടികളും ഉണ്ട്, ഇപ്പോഴും അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ആ കുട്ടികളൊക്കെ ഇപ്പോഴും പല സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിക്കും. ഞാൻ ഡാൻസായിട്ട് വിട്ടിട്ട് 15 വർഷമായി, എന്നാൽ പോലും പല ഐറ്റത്തിൻ്റെയും സംശയം ചോദിക്കാൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനത് ഓർത്തെടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച രീതികളെക്കാട്ടിലൊക്കെ ഇപ്പോഴത്തെ രീതികളൊക്കെ മാറി തുടങ്ങി. ഡാൻസൊക്കെ ഒരുപാട് മാറ്റം വന്നു. ക്ലാസിക്കലും അതെ, എല്ലാം ക്ലാസിക്കൽ ഇപ്പോൾ ആർക്കും വേണ്ട. പിന്നെ എൻ്റെ ഒരാഗ്രഹം, എൻ്റെ മകൾ എല്ലാ അമ്മമാരും ആഗ്രഹിച്ച പോലെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് മകൾ ഡാൻസർ ആവണം എന്നൊക്കെ. പക്ഷെ ഞാൻ ഒട്ടും നിർബന്ധിച്ചിട്ടില്ല ഒരു കാര്യത്തിലും. മോളിതാ പഠിക്കൂ, ഡാൻസ് പഠിക്കൂ എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് 1 മുതൽ 10 വരെയും ഉത്തര ഡാൻസ് പരിപാടികളിലൊന്നും കാര്യമായിട്ട് പങ്കെടുത്തിട്ടേ ഇല്ല. സ്കൂളിൽ ഒന്നും പഠിച്ചിട്ടുമില്ല. സ്കൂളിൽ ചിലപ്പോൾ എക്സ്പെക്ടേഷൻ എല്ലാവരുടെ അടുത്തുണ്ട്, സ്കൂളിൽ മാത്രമല്ല. ഉർമിളയുടെ എന്താണെങ്കിലും ഡാൻസ് ചെയ്യും. അത് തെറ്റായിരുന്നു എന്നല്ല, അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒട്ടും നിർബന്ധിച്ചിരുന്നില്ല. പിന്നെ അതങ്ങനെ എൻ്റെ പ്രതീക്ഷ പോയി എന്ന് എനിക്ക് മനസ്സിലായി. ഡാൻസറായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഉത്തര ഒന്നിലും താല്പര്യമൊന്നുമില്ല, ഡാൻസിനോടും പാട്ടിനോടും ഒന്നും. പാട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്, ഡാൻസ് ഒട്ടും താല്പര്യമില്ലാണ്ടേ. അത് നമ്മൾ മദ്രാസിൽ പോയി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദാക്ഷായണി എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്ത്, വെറുതെ അടുത്താണ്, ടീച്ചറുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഡാൻസ് പഠിക്കാം, മദ്രാസിലല്ലേ ഭരതനാട്യം പഠിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പോയി ചേർന്ന് കഴിഞ്ഞപ്പോൾ കുട്ടി നേരെ പ്ലേറ്റ് തിരിച്ചു. അമ്മ എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല, വെറുതെ എൻ്റെ തലയിൽ കയറുക ചീത്ത പറഞ്ഞിട്ട്. അങ്ങനെ ആകെ മാറി. ഞാൻ വളരെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഡാൻസ് വല്ലതും ടി വിയിലൊക്കെ വരുമ്പോൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് പഠിക്കണ്ടേ എന്ന് പോലും നിർബന്ധിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ അവിടുന്ന് പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ 3 വർഷത്തെ ഭരതനാട്യമായി, ഡിഗ്രി ആയി, എന്താ മലപ്പുറം കത്തിയായി. അവ പറഞ്ഞിരുന്നു ഫെസ്റ്റിവൽസിലൊക്കെ പെർഫോം ചെയ്യും. വലിയ ഫെസ്റ്റിവൽസ് അവിടെ ദാക്ഷായണി മാമിന്റെ അടുത്ത് ചേർന്നപ്പോൾ തന്നെ കുറെ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. മാമാണെങ്കിൽ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാച്ചുറലി കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ. അപ്പൊ അവിടുത്തെ തമിഴ്നാട്ടിലത്തെ ഫെസ്റ്റിവൽസിനും ഒക്കെ പോയി പിന്നെ ആ ഒരു ഇതിലേക്കായി. അങ്ങനെയാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഫൈനൽ ഇയർ ആയി കഴിയാറായി. ഇപ്പോൾ ഡാൻസ് ഫെസ്റ്റിവലുകൾ കുറേ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ റായ്പൂരിൽ പങ്കെടുത്തു, ഗുണ്ടൂരിൽ പങ്കെടുത്തു. അവിടെ നിന്നൊക്കെ വലിയ വലിയ അവാർഡുകൾ, നാട്യവിലാസിനി, നാട്യമയൂരി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. Okay, so coming into dance, and then I know it's classical, is like ma'am said, you know, it has to be more popularized because people are not very interested towards it. But looking at your body and your attitude, are you even slightly interested to cinematic dance, or Bollywood, like salsa all styles? kinds of dances actually. Any dance is an art form എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വെസ്റ്റേൺ ആയാലും ക്ലാസിക്കൽ ആയാലും. പിന്നെ ഇപ്പോൾ ക്ലാസിക്കൽ പഠിച്ചുകൊണ്ട് യു ആർ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വെസ്റ്റേൺ ആ ഒരു സ്റ്റൈലിൽ കളിക്കാൻ പറ്റില്ല. വെസ്റ്റേൺ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പ്യുവർ ക്ലാസിക്കലും കളിക്കാൻ പറ്റില്ല. സോ എല്ലാം ഒരേപോലെ കളിക്കാൻ പറ്റുന്ന ഒരാളാണ് ശരിക്കുള്ള ഒരു ഡാൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
പിന്നെ ഞാൻ കുട്ടിക്കാലം തൊട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ക്ലാസിക്കലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് എല്ലാ ടൈപ്പ് ഡാൻസസും എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ അമ്മയ്ക്ക് പൊതുവെ അതൊന്നും വേണ്ട, നമുക്ക് ക്ലാസിക്കൽ മതി എന്നൊക്കെ പറയണോണ്ട് അങ്ങനെ പേടിച്ച് ഒതുങ്ങിയതാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം നമുക്ക് മാംഗല്യം തന്തുനാനേന എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ക്ലാസിക്കൽ ഡാൻസാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പം നമ്മൾ മാംഗല്യം, നമ്മൾ മാലയിടുന്നത്, അല്ലെങ്കിൽ താലി ചാർത്തുന്ന വലിയ പൂമാല ഇട്ട് കൊടുക്കുന്നതായിട്ട്, കല്യാണം കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹോമം ചെയ്യുന്നതായിട്ട്, ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് പകരുന്നതായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പൂക്കൾ ഇങ്ങനെ ഇടുന്നതായിട്ട് കാണിക്കാം. അപ്പം അതൊക്കെയാണ് നമുക്ക് മാംഗല്യം തന്തുനാനേന എന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരിക. പക്ഷേ അതേസമയം എന്തുകൊണ്ടാണ് ഞാൻ സിനിമാറ്റിക് കളിക്കേണ്ടതെന്ന്, മാംഗല്യം തന്തുനാനേന, അതാണോ രസം, ഇതാണോ രസം? ഇപ്പം പറയണം. അയ്യോ പെട്ടു, അയ്യോ. മാമിന് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ ഇതിങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. ഞങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങള് പാവങ്ങളൊക്കെ പോയില്ലേ, അതുകൊണ്ട് ഞങ്ങക്ക് ഇതേ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും ഇപ്പൊ ഇതിന്റെ കാലമായി. ഐ ക്യാൻ സോ ഇമാജിൻ നിങ്ങൾ രണ്ടുപേരും കഥയൊക്കെ അടച്ചിട്ടിട്ട് പാട്ടൊക്കെ നല്ല വോളത്തിൽ വെച്ചിട്ട് രണ്ടുപേരും കൂടി അതൊക്കെ ഉണ്ട് അല്ലേ? ഐ ക്യാൻ സീ ദാറ്റ്. എനിക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് സന്തോഷം വരുമ്പോ ഞങ്ങള് രാത്രി വാതിലടച്ചിട്ട് സിസ്റ്റം വെച്ച് ഉറപ്പ് പാട്ട് വയ്ക്കും. LED ലൈറ്റ് അച്ഛനെ വിളിക്കും, അച്ഛനും നടുക്കും നിൽക്കും, ഞങ്ങൾ മൂന്നാളും കൂടി ഡാൻസ് ഒന്നും ചെയ്യില്ല. പാവം ഞങ്ങൾ ഡാൻസ്. വാട്ട് എ ഹാപ്പി ഫൺ ഹോം. 3 കുട്ടികളാണല്ലേ അവിടെ. വെരി സ്വീറ്റ്, വെരി സ്വീറ്റ്. സോ ഐ നോ യു സിംഗ് റിയലി വെൽ. നേരത്തെ കവിത ചൊല്ലിയപ്പോഴാണ് വോയിസിന്റെ ക്ലാരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ യു ക്യാൻ എന്റർടൈൻ us with a song please. പറഞ്ഞോളൂ, ഏത് പാട്ടാ പാടാൻ പോണെന്ന്? ഞാൻ ആഷിക്കി 2 ഒരു പാട്ട് പാടാം. ഓക്കെ. അതിങ്ങനെ ഒരു മ്യൂസിക്കൽ മൂവി ആയതുകൊണ്ട് എനിക്ക് അതിലത്തെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. मंजिले रुसवा है, खोया है रास्ता, आए ले जाए इतनी सी इल्तिजा, ये मेरी ज़मानत है, तू मेरी अमानत है. ഇഷ്ടപ്പെട്ടില്ലായിരിക്കും ചില ആൾക്കാർക്കൊന്നും. പറഞ്ഞില്ലല്ലോ. ഹിന്ദി പാട്ടൊന്നും വലിയ ഇഷ്ടമല്ല ഇവിടെ. എനിക്ക് പഴയ ഹിന്ദി പാട്ട് ഇഷ്ടമുള്ളൂ. കിഷോർ കുമാർ. ഇവിടെ വന്നതിന്റെ സന്തോഷത്തില് റൈറ്റ്, യു ഗോട്ട് ഗിഫ്റ്റ്സ് ഫോർ യു. അച്ഛന് വേണ്ടി ഷോപ്പ് ചെയ്യാം, ബോയ് ഫ്രണ്ടിന് വേണ്ടി ഷോപ്പ് ചെയ്യാം, അച്ഛന് വേണ്ടി ഷോപ്പ് ചെയ്യാം. ബോയ് ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇപ്പോ ഫ്രണ്ട്സിന് മേടിക്കാം. ശരിയാവില്ല. എന്താ എൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് പോണ വഴിക്ക് MG റോഡിൽ Urban Kites. Please shop and go. So this is as a thank you for coming here. Thank you so much. But besides that, I think I had a great time. അച്ചുവിൻ്റെ അമ്മ എന്നുള്ള സിനിമ കണ്ടതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. May God bless both of you and keep you this close now and forever and ever and ever. And I think both of you are so adorable. Thank you so much for coming and making Star Jam so lively. Thank you so much, and I hope to see you both again on Star Jam sometime soon. Yeah, bye. मुझको इरादे दे, कसमें दे, वादे दे, मेरी दुआओं के इशारों को सहारे दे, दिल को ठिकाने दे, नए बहाने दे, ख्वाबों की बारिशों को मौसम के पैमाने दे, अपने करम की करादाई कर दे इधर भी तू निगाहें, सुन रहा